ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറ്റുമുട്ടി. ക്ഷേത്രനഗരിയിൽ ഇരുവിഭാഗം തമ്മിലുള്ള സംഘർഷം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനെത്തിയതാണ് 50ഓളം വരുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇതിനിടയിലാണ് ഒരു വിഭാഗം ലോക്കൽ ടാക്സി ഡ്രൈവർമാർ സ്റ്റേഷൻ പരിസരത്തെത്തിയത്. ഇരുവിഭാഗവും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവും ഉന്തും തള്ളുമായി. പോലീസ് ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി താക്കീത് നൽകി. ക്ഷേത്രനടയിൽ നിന്ന് ഓൺലൈൻ ടാക്സിയിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ. ക്ഷേത്രനടയിൽ വ്യാപകമായി ഇതിനെതിരെ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നഗരസഭയിൽ പരാതി നൽകി. അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകൾ നീക്കം ചെയ്യുമെന്ന് നഗരസഭ അറിയിച്ചതോടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇവ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. വലിയ പെർമിറ്റ് തുക അടച്ച് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള വാടക വാങ്ങി സർവീസ് നടത്തുമ്പോൾ ഓൺലൈൻ ടാക്സികൾക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ ആരോപിക്കുന്നു. ഹൈക്കോടതി വിധി പ്രകാരമാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ സെൽഫ് എംപ്ലോയീസ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മനോജ് ജേക്കബ് ആവശ്യപ്പെട്ടു. നമുക്കിപ്പോൾ ഓൾറെഡി ഹൈക്കോടതി വിധിയുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്രിപ്പ് എടുക്കാം, പിക്ക് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ 5 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇതുവരെ ഒരു പ്രശ്നങ്ങൾ നമുക്കിവിടെ തൃശ്ശൂർ ഭാഗത്തുണ്ടായിട്ടില്ല. ഇതിന് മുൻപുണ്ടായതൊക്കെ നമ്മൾ അവസാനിപ്പിച്ച ഒരു പ്രശ്നം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. കസ്റ്റമർ ബുക്ക് ചെയ്യുന്നത് അവരുടെ ചോയ്സാണ്. എങ്ങനെ പോകണം, ഏത് യാത്ര ചെയ്യണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ ബുക്ക് ചെയ്യണ സമയത്ത് ഇവിടെയുള്ള ടാക്സി തൊഴിലാളികൾ വന്നിട്ട് നമ്മുടെ വണ്ടി തടയുകയും പരസ്യമായിട്ട് വണ്ടി തടയുകയും അതിലുള്ള കസ്റ്റമറെ പറയാൻ പറ്റാത്ത അസഭ്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക. ഇതിന് ഇതുവരെ നമുക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഇതിനെതിരെ ഞങ്ങൾക്ക് ഒരു നീതി ഞങ്ങൾക്ക് ലഭിക്കണം. ടാക്സി സ്റ്റാൻഡുകളുടെ 150 മീറ്റർ ദൂരപരിധിയിൽ യാത്രക്കാരെ കയറ്റരുതെന്ന് ഓൺലൈൻ ടാക്സികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ബുക്ക് ചെയ്തത് പ്രകാരം സ്ഥലത്തെത്തിയാൽ യാത്രക്കാരില്ലാത്ത അവസ്ഥയാണ്. ഇതും സംഘർഷത്തിനിടയാകുന്നുണ്ട്. ഫേക്ക് ബുക്കിംഗ് നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. TCV ന്യൂസ്, ഗുരുവായൂർ.